ഇല്ലാത്ത പ്രശ്നങ്ങളൊന്നും ഇല്ലാണ്ട് മീൻസ് വലിയ കാര്യത്തിന് ഞാൻ മറ്റേ എന്താ പറയുക വീരവാക്യം മുടക്കി പോയി എന്നൊക്കെ പറയണ പോലെ പറയാൻ പറ്റും. ഇത് കാശും പോയി ഇനിയിപ്പോൾ എന്ത് ചെയ്യൂ. ഈ ചാനലിൽ നമ്മുടെ സുരഭിയും സുഹാസിനിയും എന്ന് പറഞ്ഞിട്ട് ഫ്ലവേഴ്സ് ടിവിയിൽ എല്ലാവരും കാണുന്ന ഷോ തന്നെയായിരിക്കും. സോ ആ സിറ്റ്കോമിൻ്റെ ഡയറക്ടർ രാജീവ് സാറിൻ്റെ ന്യൂ ഷോ ആയിരുന്നു കൗമുദി ചാനൽ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഹലോ മൈ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. സോ എല്ലാവർക്കും പുതിയൊരു എപ്പിസോഡിലേക്ക്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സോ ഇന്നത്തെ ഒരു ന്യൂ വ്ളോഗിലേക്ക് ഞാൻ എല്ലാവരെയും വെൽക്കം ചെയ്യുവാണ്. ആഫ്റ്റർ ലോങ് ടൈം, അല്ലെങ്കിൽ നമ്മൾ ഇങ്ങനെ ഒന്ന് സംസാരിച്ചൊരു വീഡിയോ ചെയ്തിട്ട് കുറേ നാളായി. ഐ നോ ദാറ്റ്. വേറൊന്നും കൊണ്ടല്ല, ഐ തിങ്ക് ഞാനതിന് മുമ്പ് പറഞ്ഞിട്ടുണ്ട്, എനിക്ക് വോയിസ് ഓവർ ചെയ്ത വ്ളോഗ്സാണ് ഇത്രയും നാളും ഇടയ്ക്ക് കുറേ നാൾ ചെയ്തുകൊണ്ടിരുന്നത്. വേറൊന്നും കൊണ്ടല്ല, ഓഡിയോ ഡിസ്റ്റർബൻസസ് വരാണ്ട് എനിക്ക് വീഡിയോ ചെയ്യണം എന്ന് ഭയങ്കര നിർബന്ധം ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ്, കാരണം ഇടയ്ക്ക് കുറേ നോയ്സ് ഇഷ്യൂസ് ഉണ്ടായിരുന്നു. സോ അതുകൊണ്ടാണ് ഞാൻ വിചാരിച്ചു, എനിക്ക് അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ഒത്ത് കിട്ടിയില്ലായിരുന്നു ഇതുവരെ. ഇന്ന് എനിക്ക് അങ്ങനെ ഒരു സിറ്റുവേഷൻ കിട്ടിയപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്നത്തെ വ്ളോഗ് ഇങ്ങനെ എടുക്കാമെന്ന്. ഓക്കെ, സോ ഇത് ഐ തിങ്ക് ഓൾമോസ്റ്റ് കുറേ കൂടി എനിക്ക് സൈലൻസും കാര്യങ്ങളും ഒക്കെ കിട്ടി. അപ്പോൾ ഐ തോട്ട് ഇന്നത്തെ വീഡിയോ ഇതുപോലെ സംസാരിച്ചെടുക്കാം. കുറേ നാളെ എനിക്കും നിങ്ങളോട് ഇങ്ങനെ സംസാരിച്ചൊരു വീഡിയോ എടുക്കണം, കുറേ നാളോട് ഞാൻ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുകയാണ്. സോ താങ്ക് യു ഫോർ ചൂസിങ് ടു വാച്ച് ദിസ് വീഡിയോ. വെർച്വൽ ഹഗ്സ് ടു ഓൾ. ആൻഡ് മെയിൻ വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ എനിക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയാനുള്ളൊരു കാര്യം ഇസ് ഐ ലവ് യു ഗൈസ് സോ മച്ച്. എസ് കെ ടോക്സിൻ്റെ വീഡിയോ ഇറങ്ങിയതിന് ശേഷം കിട്ടിയ ലവ്, ഇറങ്ങിയതിന് ശേഷം ഒന്നും പറയാൻ പറ്റില്ല കേട്ടോ, ഈവൻ ബിഫോർ ദാറ്റ്. കാരണം എനിക്കറിയാം, ഞാൻ ഐ എം കമ്മിങ് ബാക്ക് ആഫ്റ്റർ സച്ച് എ ലോങ് ബ്രേക്ക്, സച്ച് എ ലോങ് ഗ്യാപ്പ്. ഒരു 2 years ഗ്യാപ്പിന് ശേഷമാണ് ഞാൻ വരുന്നത്. ആൻഡ് ഈവൻ ഈ ഒരു 2 years എനിക്ക് ഡെയിലി ത്രൂ മൈ വാട്സപ്പ് മെസ്സേജസ്, ഇൻസ്റ്റയിലെ DMs ആയിട്ടും ചാറ്റിലായിട്ടും കമൻറ്റിലൂടെയും, എൻ്റെ പോസ്റ്റ് ഇടുമ്പോൾ അതിലെ കമൻറ്റിലൂടെയും, പിന്നെ എൻ്റെ യൂട്യൂബ് ചാനലിൻ്റെ വീഡിയോസിലൂടെയും, ഈവൻ SKJയുടെ വീഡിയോസിലൂടെയും എല്ലാം ഞാൻ സ്ഥിരം കണ്ടുവരുന്ന ചോദ്യമായിരുന്നു, രേവ ചേച്ചി എവിടെ, രേവു എവിടെ, വി മിസ് യു, വി ലവ് യു, പ്ലീസ് കം ബാക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് ഒത്തിരി മെസ്സേജസ് ഞാൻ കാണുമായിരുന്നു. ആൻഡ് എന്ന് തിരിച്ച് വരും, ഇനി തിരിച്ച് വരില്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് മെസ്സേജസും ഒരുപാട് ചോദ്യങ്ങളും ഒക്കെ ഞാൻ കോൺസ്റ്റൻ്റ്ലി ഈ 2 വർഷം ഈവൻ ഞാൻ ഗ്യാപ്പ് എടുത്തിരുന്നെങ്കിൽ പോലും ഐ നെവർ ഫെൽറ്റ് ഇറ്റ്, ബിക്കോസ് അത്രയ്ക്ക് മെസ്സേജസ് ലോഡഡ് ആയിരുന്നു എൻ്റെ ഫുൾ യുനോ. അപ്പം എന്താ പറയുക, അത് നിങ്ങളുടെ ആ ഒരു സ്നേഹവും സപ്പോർട്ടുമാണ് കാണിക്കുന്നതെന്ന് ഐ നോ. എനിക്ക് എന്ത് പറയണം എന്ന് അറിയത്തില്ല കേട്ടോ. ഐ എം സോ എക്സ്ട്രീംലി ഹാപ്പി, എക്സ്ട്രീംലി ഓവർവെൽംഡ്. എനിക്ക് അത് എന്താ ഞാൻ ഫീൽ ചെയ്യണേ എന്നുള്ളത് എനിക്ക് എന്താ പറയുക, വേർഡ്സിലൂടെ പറഞ്ഞ് അറിയിക്കാൻ പറ്റത്തില്ല. ഞാൻ അതുകൊണ്ടൊരു കഴിഞ്ഞ ദിവസം ഒരു താങ്ക് യു പോസ്റ്റ് ഇട്ടിരുന്നു, ലൈക്ക് ഫോർ ഓൾ മൈ ഫോളോവേഴ്സ്, വെൽ വിഷേഴ്സ്, സബ്സ്ക്രൈബേഴ്സ്, ഫാൻസ്, ലൈക്ക് എല്ലാവർക്കും വേണ്ടിയിട്ട്. ലൈക്ക് എൻ്റെ പണ്ട് തൊട്ടേ ഉള്ള ഹാബിറ്റാണ്, ഒരു വീഡിയോ റിലീസായാലും അതിന് മുമ്പായാലും എനിക്ക് പേഴ്സണലി എന്നെ മെൻഷൻ ചെയ്ത് വരുന്ന കമൻസ്, എൻ്റെ പേര് മെൻഷൻ ചെയ്ത് വരുന്ന കമൻസ്, ലൈക്ക് കോംപ്ലിമെൻറ്റ് ചെയ്ത് വരുന്ന കമൻസ് എല്ലാം ഞാൻ സ്ക്രീൻഷോട്ട് എടുത്ത് സേവ് ചെയ്ത് വയ്ക്കും. Even I have a separate email ID where I keep and save all these എന്താ പറയുക, നിങ്ങളുടെ എല്ലാവരുടെയും കമൻസും ഐ ഓൾവേസ് വാണ്ടഡ് ടു ചെറിഷ്. അതെല്ലാം എനിക്ക് കിട്ടുന്ന ഒരു ബിഗ്ഗസ്റ്റ് അവാർഡായിട്ടാണ് ഞാൻ കണക്കാക്കുന്നത് കേട്ടോ. ഇറ്റ്സ് ദ ബിഗ്ഗസ്റ്റ് അച്ചീവ്മെൻറ്റ്, എന്താ പറയുക, ഗ്രേറ്റസ്റ്റ് ഇൻസ്പിറേഷനാണ്, മോട്ടിവേഷനാണ് എനിക്ക്. വെനെവർ ഐ ഫീൽ ലോ, സത്യമായിട്ട് ഞാൻ പറയുന്നത്, ഞാൻ ചുമ്മാ പറഞ്ഞതല്ല. ലൈക്ക് നമുക്ക് എല്ലാവർക്കും പേഴ്സണൽ ലൈഫിൽ ഒരുപാട്, എന്താ പറയുക, ഇറ്റ്സ് നെവർ ദ സെയിം. എല്ലാവരും ഹാപ്പി ആയിട്ടൊന്നും എപ്പോഴും ഇരിക്കുന്നില്ല, എല്ലാവർക്കും ഒരുപാട് പ്രോബ്ലംസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അങ്ങനെ ഇരിക്കുന്ന സമയത്തും എനിക്ക് ചിലപ്പം ഇതുപോലെ നിങ്ങളുടെ ആരുടെങ്കിലും ഒരു കമൻറ്റ് പെട്ടെന്ന് കാണുമ്പോൾ, അല്ലെങ്കിൽ അങ്ങനെ വരുമ്പോൾ കിട്ടുന്ന ഒരു ലെവൽ ഓഫ് ഹാപ്പിനെസ്, സാറ്റിസ്ഫാക്ഷൻ, മോട്ടിവേഷൻ ഇസ് വേറെ ഒന്നിനും അത് റീപ്ലേസ് ചെയ്യാൻ പറ്റത്തില്ല, അത് പറഞ്ഞറിയിക്കാൻ പറ്റുന്ന ഒന്നല്ല. സോ എനിക്ക്, ഞാൻ പറഞ്ഞില്ല, ഞാനിപ്പോൾ ഈ വ്ളോഗ്സ് ചെയ്യുന്നതായിക്കോട്ടെ അല്ലെങ്കിൽ വേറെ എന്തൊരു കാര്യം ചെയ്യുന്നതും എനിക്ക് എൻ്റെ ലൈഫിലെ കാര്യങ്ങൾ ഒരു ഡോക്യുമെൻറ്റ് ചെയ്യാൻ, അല്ലെങ്കിൽ എനിക്കതൊരു മെമ്മറി എലൈവ് ആക്കാൻ വേണ്ടി കീപ്പപ്പ് ചെയ്യുന്നൊരു കാര്യം പോലെയാണ്. സോ ഐ ഓൾവേസ് എന്താ പറയുക, എൻ്റെ ഞാൻ പറഞ്ഞു, എനിക്ക് ഷൂട്ട് ചെയ്യാൻ ഈ ഒരു സാധനം മാത്രമേ എൻ്റെ ഉള്ളൂ. ബാക്കി ഒരുപാട് വ്ളോഗേഴ്സിനെ ഞാൻ കണ്ടിട്ടുണ്ട്, അവർക്ക് 2 ഫോണൊക്കെ കാണും. സോ ദാറ്റ് എന്താ പറയുക, ഒന്നിൽ ഷൂട്ട് ചെയ്ത് ഒന്നിൽ അവർക്ക് ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും. ബട്ട് എന്താ പറയുക, അൺഫോർച്ചുനേറ്റ്ലി എനിക്കങ്ങനെയല്ല. സോ ഐ കാൺ ഷോ ഇറ്റ് യു ഗൈസ്. ഈ ഫോൺ ഇപ്പോൾ ഗാലറി തുറന്ന് നോക്കുവാണെങ്കിൽ കംപ്ലീറ്റ്ലി എനിക്ക് ഈ എസ് കെ ടോക്സിൽ കംബാക്ക് എന്ന് പറഞ്ഞൊരു റീൽ ഇട്ടിട്ടുണ്ടായിരുന്നു, ഒരു സ്റ്റോറി അവർ പോസ്റ്റ് ചെയ്തിരുന്നു. ആൻഡ് ഐ ഓൾസോ റീപോസ്റ്റഡ് ഇറ്റ്. അപ്പം അതിന് വന്ന കമൻസ്, ഷൂട്ടിംഗ് സ്റ്റിൽസ് പോസ്റ്റ് ചെയ്തപ്പോൾ വന്ന കമൻസ്, പോസ്റ്റർ റിലീസായപ്പോൾ വന്ന കമൻസ്, ടിൽ വീഡിയോ റിലീസായി ഇന്നിപ്പോൾ കുറച്ച് ദിവസമായി. സോ ടിൽ നൗ, സോ അപ്പോൾ തൊട്ട് ഇപ്പോൾ വരെയുള്ള കമൻസ്. പിന്നെ കഴിഞ്ഞ 2 വർഷം ഞാൻ ഗ്യാപ്പ് എടുത്തിരുന്നെങ്കിൽ പോലും നിങ്ങൾ കോൺസ്റ്റൻ്റ്ലി നിങ്ങളുടെ സ്നേഹം അറിയിച്ചുകൊണ്ടിരുന്ന ആ മെസ്സേജസ്, എവറിത്തിങ് ഐ ഹാവ് കേട്ടോ, എല്ലാം എൻ്റെ കയ്യിലുണ്ട്. എവറിത്തിങ് ഐ
ഓൾവേസ് ചെറിഷ് ഇറ്റ്. സോ ഗാലറി മൊത്തം ഇപ്പോൾ ഫുള്ളായിട്ട് കിടക്കുവാണ്. എനിക്കിനി അത് എൻ്റെ മെയിലിലോട്ട് ആക്കി എനിക്ക് സേവ് ചെയ്തിടണം, അല്ലെങ്കിൽ ഫോണിൻ്റെ സ്പേസ് ഫുള്ളായിട്ട് പിന്നെ അതൊരു ഇഷ്യൂ, അതുകൊണ്ടാണ് കേട്ടോ. സോ എനിക്കറിയത്തില്ല എങ്ങനെ താങ്ക് യു എന്നൊരു വാക്കിൽ പറഞ്ഞ് ഒതുക്കാനല്ല, ബട്ട് എനിക്ക് വേറെ ഒന്നും വേർഡ്സ് കിട്ടുന്നില്ല, ബട്ട് എനിക്കിത് പറയണമെന്നുണ്ടായിരുന്നു. സോ താങ്ക് യു സോ മച്ച്. ലവ് യു ഗൈസ്, ലവ് യു ഓൾ. സോ ഇനിയും നമുക്ക് ഇതുപോലുള്ള പല പല പുറത്തുള്ള വർക്ക്സായിട്ടും പിന്നെ എൻ്റെ പേഴ്സണൽ വീഡിയോസുമായിട്ടൊക്കെ നമുക്ക് കാണാം. ഓക്കെ, സോ കീപ് സപ്പോർട്ടിങ്, കീപ് ഷവറിങ് യുവർ ലവ്. ഇനിയും കോൺസ്റ്റൻ്റ്ലി നിങ്ങളുടെ ഈ സപ്പോർട്ടും ലവും ഒക്കെ എനിക്ക് വേണം. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. ഞാനിന്ന് കംപ്ലീറ്റ്ലി ഇങ്ങനെ കുറച്ച് ഷൂട്ട് ചെയ്താലെന്ന് വിചാരിക്കുന്നത് വേറെ ഒന്നും കൊണ്ടല്ല. ഇറ്റ്സ് ബിക്കോസ് ഈ ഫ്രെയിം, ഇങ്ങനത്തെ ഫ്രെയിം നോക്കുമ്പോഴത്തേക്കും ഇറ്റ്സ് ബെറ്റർ. ഞാൻ ഫ്രണ്ട് ക്യാം യൂസ് ചെയ്ത് സംസാരിക്കുന്നതിനേക്കാളും കുറച്ചുകൂടി ഒരു എന്താ പറയുക ബെറ്ററായിട്ട് എനിക്ക് തോന്നി. അതുകൊണ്ടാണ് ഇന്ന് ഞാൻ ഇങ്ങനെ ഷൂട്ട് ചെയ്യാമെന്ന് വിചാരിച്ചത്, വേറെ ഒന്നും കൊണ്ടല്ല. അല്ലാണ്ട് ഞാൻ കുറച്ച് ഷൂട്ട് ചെയ്തിരുന്നു കഴിഞ്ഞ ദിവസം. സോ ഇത് അതിന് മുമ്പുള്ള ഇൻട്രോ ആയിട്ട് ഞാൻ വിചാരിച്ചു ഇങ്ങനെ ഷൂട്ട് ചെയ്യാമെന്ന് കരുതി. സോ യെസ്, സോ ഇന്നത്തെ വ്ളോഗ് ഈസ് അബൌട്ട് മേക്കപ്പ് പ്രോഡക്റ്റ്. സോ ഞാൻ ഇതിന് മുമ്പ് ഞാൻ അപ്ലോഡ് ചെയ്ത ഷോർട്സ് കണ്ടവർക്കൊക്കെ അറിയായിരിക്കും. ഞാൻ റൂബി ഓർഗാനിക്സിൻ്റെ ഒരു മിനി ട്രയൽ പാക്ക് ഫൗണ്ടേഷൻ മേടിച്ചിട്ടുണ്ടായിരുന്നു, 4 ml കുഞ്ഞു കുഞ്ഞു ബോട്ടിൽസ്. ബട്ട് അത് ലൈക്ക് ലൈറ്റ് ടു മീഡിയമിൻ്റെ ഒരു 3 ട്രയൽ പാക്ക്, ലൈക്ക് 3 വരുന്ന ഒരു കുഞ്ഞു ട്രയൽ പാക്കായിരുന്നു ഐ ഓർഡേഡ് ഇറ്റ്. ആൻഡ് അത് 450 ആയി എനിക്ക് പ്രൈസ് വന്നിട്ട്. റൂബി ഓർഗാനിക്സിൻ്റെ ഒഫീഷ്യൽ സൈറ്റിൽ നിന്നായിരുന്നു ഞാൻ ഓർഡർ ചെയ്തിരുന്നത്. എനിക്ക് കുറേ നാളായിട്ട് എൻ്റെ മേക്കപ്പ് പ്രോഡക്റ്റ് കഴിഞ്ഞിരിക്കുകയായിരുന്നു. മേക്കപ്പ് പ്രോഡക്റ്റ് ഞാൻ ഉദ്ദേശിച്ചത് ഒരു ടിൻറ്റഡ് കവറേജ് കിട്ടാനുള്ള എന്തെങ്കിലും ഒരു ഐറ്റം വേണമല്ലോ. സോ ഐ നെവർ വാണ്ടഡ് ടു ബൈ ഫൗണ്ടേഷൻ. സോ അതിന് പകരം ഐ ഓൾവേസ് വാണ്ടഡ് സംതിങ് ലൈക്ക് എ ടിൻറ്റഡ് മോയ്സ്ചറൈസർ ഓർ എ ടിൻറ്റഡ് സൺസ്ക്രീൻ ഓർ എ BB ക്രീം അല്ലെങ്കിൽ ഒരു സ്കിൻ ടിൻറ്റ്. പക്ഷേ എനിക്ക് അതുവരെയും പോകണമെന്നില്ലായിരുന്നു. ഓക്കെ, സോ യെസ്, അപ്പോൾ ഐ വാസ് സെയിങ് എനിക്ക് ഫൗണ്ടേഷൻ മേടിക്കണമെന്നേ ഇല്ലായിരുന്നു. ബട്ട് ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾക്ക് തന്നെ അറിയാം, കഴിഞ്ഞ പല വീഡിയോസിലും ഞാൻ പറഞ്ഞ കാര്യമാണ്. ഐ ഓൾവേസ് വാണ്ടഡ് ടു കീപ്പ് ഇറ്റ് വെരി വെരി മിനിമൽ. പ്രോഡക്ട്സ് മേടിക്കുമ്പോഴത്തേക്കും ലൈക്ക് ഏറ്റവും മിനിമലിസ്റ്റിക് ആയിട്ടുള്ള പ്രോഡക്ട്സ്, ലൈക്ക് എണ്ണം വൈസ് ആണെങ്കിലും ഒരുപാട് എനിക്കങ്ങനെ മേടിക്കാൻ, അതിപ്പോൾ എവറിത്തിങ് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഈവൻ മേക്കപ്പ് ഓർ അതർ ഐറ്റംസ്, ജ്വല്ലറി ആയിക്കോട്ടെ, ഡ്രസ്സ് ആയിക്കോട്ടെ, വാട്ട് എവർ, ഐ ഓൾവേസ് വാണ്ടഡ് ടു കീപ്പ് ഇറ്റ് വെരി മിനിമൽ. ആൻഡ് പ്രൈസ് വൈസ് ആണെങ്കിലും വെരി അഫോർഡബിൾ ഇതായിരിക്കും. ഞാൻ ഓൾമോസ്റ്റ് നല്ല ഐ ഓൾവേസ് പ്രിഫർ ദാറ്റ്. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി എനിക്കറിയില്ല, കഴിഞ്ഞ കുറേ നാളായിട്ട് അത് നിങ്ങൾക്ക് അങ്ങനെ ഫീൽ ചെയ്തിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്ത് പറയണം കേട്ടോ. നമുക്കൊരു അത്യാവശ്യം അത് നിൽക്കുന്ന ഒരു സിറ്റുവേഷനിൽ ലൈക്ക് എന്താ പറയുക, അപ്പോൾ അത് കിട്ടിയേ പറ്റൂ, അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ നമ്മൾ നിൽക്കുമ്പോൾ ഇല്ലാത്ത പ്രശ്നങ്ങളൊന്നും കാണത്തില്ല, എല്ലാം കൂടെ ഒന്നിച്ചങ്ങ് കയറി വരും എന്നൊരു സിറ്റുവേഷൻ ഇല്ലേ. അതായിരുന്നു എനിക്ക് കഴിഞ്ഞ കുറേ നാളായിട്ട് ഞാൻ ഫേസ് ചെയ്തുകൊണ്ടുള്ളൊരു സംഭവം എന്ന് പറയുന്നത്. ബിക്കോസ് ഞാനൊരു ടിൻറ്റഡ് മോയ്സ്ചറൈസർ ഓർഡർ ചെയ്തിട്ട് ഐ ഡോണ്ട് നോ, ഐ തിങ്ക് ഒരു മാസം കൊണ്ട് ഞാൻ ട്രൈ ചെയ്യുവാണ്. വെനെവർ ഐ ഓർഡർ ഇറ്റ് ഓട്ടോമാറ്റിക്കലി ഗെറ്റ്സ് ക്യാൻസൽഡ്. അപ്പോൾ എനിക്കറിയത്തില്ല എന്തുകൊണ്ടാണെന്നുള്ളത്. സോ അതുകൊണ്ട് എനിക്ക് അത് പോയി. ഇപ്പോൾ ഞാൻ മുന്നേ യൂസ് ചെയ്തുകൊണ്ടിരുന്ന ബ്രാൻഡ് എക്കോബറി എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെ BB ക്രീം ആയിരുന്നു. അതെൻ്റെ കല്യാണത്തിന് കുറച്ച് മുന്നെയാണ് ഞാൻ ഓർഡർ ചെയ്തത്. ബിക്കോസ് ആ സമയത്ത് എനിക്ക് മേക്കപ്പ് പ്രോഡക്റ്റ് ഒന്നും ഇല്ലായിരുന്നു. ആൻഡ് ഞാൻ പറഞ്ഞിട്ടുണ്ട്, എൻ്റെ കല്യാണത്തിൻ്റെ തലേ ദിവസം റിസപ്ഷൻ മേക്കപ്പ് ഞാൻ ഓണായിട്ട് ചെയ്തതായിരുന്നു. സോ ഓണായിട്ട് ചെയ്തുകൊണ്ട് തന്നെ എനിക്ക് ആ സമയത്ത് ഒന്നും കയ്യിലില്ലായിരുന്നു. ലൈക്ക് എനിക്കൊന്നും ലിപ്സ്റ്റിക്കും ഐലൈനർ, കാജൽ, കോമ്പാക്ട് പൗഡർ, ലൈക്ക് അത്രയും ഉണ്ടായിരുന്നു. സോ ഐ നീഡഡ് ലൈക്ക് ഒരു ബേസിക് ഒരു സാധനം ഇടണമല്ലോ, എന്നിട്ടല്ലേ നമുക്ക് ചെയ്യാൻ പറ്റും. സോ എനിക്ക് ഫൗണ്ടേഷൻ അപ്പോഴും വേണമെന്നില്ലായിരുന്നു. അങ്ങനെ ഞാൻ എക്കോബറി എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെ BB ക്രീം ആയിരുന്നു മേടിച്ചത് കേട്ടോ. സോ ദാറ്റ് ഈസ് സ്റ്റിൽ അവൈലബിൾ, ഇപ്പോഴും ഓൺലൈനിലുണ്ട്, കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഐ തോട്ട് ഒരു 1.5 കൊല്ലത്തോളം, 1.5 to 2 years ഓൾമോസ്റ്റ് ഞാൻ ആ പ്രോഡക്റ്റ് യൂസ് ചെയ്തു, തീർന്നു. അപ്പം ഞാൻ വിചാരിച്ചു ഇനി ഓർഡർ ചെയ്യുമ്പോൾ ലൈക്ക് ഒരു പ്രോഡക്റ്റ് നമ്മൾ കണ്ടിന്യൂസ്ലി നമുക്ക് യൂസ് ചെയ്തുകൊണ്ടിരിക്കാം, ചിലപ്പോൾ നമുക്കൊരു മടുപ്പ് തോന്നത്തില്ലേ. സോ ഐ തോട്ട് വേറെ ഒരെണ്ണം ട്രൈ ചെയ്യാം, വേറൊരു ബ്രാൻഡ് ഒന്ന് ട്രൈ ചെയ്യണം എന്നുണ്ടായിരുന്നു. സോ അതുകൊണ്ടാണ് ഞാൻ എക്കോബറിയുടെ BB ക്രീം മേടിക്കേണ്ട, വേറെ എന്തെങ്കിലും മേടിക്കണം നോക്കിക്കൊണ്ടിരുന്നപ്പോഴത്തേക്കും എക്കോബറിക്ക് തന്നെ ടിൻറ്റഡ് മോയ്സ്ചറൈസർ ഞാൻ കണ്ടു. അത് ഞാൻ ഓർഡർ ചെയ്ത് ക്യാൻസൽ ആയിപ്പോയിക്കൊണ്ടേയിരുന്നു. സോ അത് ഡ്രോപ്പായി. പിന്നെ ഐ വെൻറ്റ് ബാക്ക് ടു ജസ്റ്റ് ഹെർബ്സ്. ഞാനിങ്ങനെ ഓരോ ബ്രാൻഡുമായിട്ട് ഇങ്ങനെ മീൻസ് പല യൂട്യൂബ് വീഡിയോസും ഗൂഗിൾ റിവ്യൂസും എല്ലാം ഇങ്ങനെ കണ്ടിങ്ങനെ റിസർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ബിക്കോസ് ഐ നീഡഡ് എ കംപ്ലീറ്റ് ഓർഗാനിക്, ടോക്സിൻ ഫ്രീ, കെമിക്കൽ ഫ്രീ ഒരു ബ്രാൻഡ് വേണം എന്നുള്ളത് എനിക്ക് ഭയങ്കര നിർബന്ധമായിരുന്നു. ബിക്കോസ് ആസ് യു ക്യാൻ സീ, ഞാൻ പണ്ട് എൻ്റെ കഴിഞ്ഞ മറ്റേ സ്കിൻ കെയറിൻ്റെ ഗൈഡ് സ്റ്റെപ്സ് വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, മേക്കപ്പ് സാധനങ്ങളൊന്നും ഞാൻ അങ്ങനെ യൂസ് ചെയ്യുന്നൊരു വ്യക്തിയല്ലായിരുന്നു. ദിസ് ഇസ് എ ബയർ സ്കിൻ, ഇപ്പോൾ ഒന്നും ഇട്ടില്ല കേട്ടോ. സോ വീട്ടിലിരിക്കുമ്പോൾ ഇത് തന്നെയാണ് എൻ്റെ കോലം. പുറത്തിറങ്ങുമ്പോഴത്തേക്കും കരി എഴുതും, പൗഡർ ഇടും, ആൻഡ് ഐ ആം ജസ്റ്റ് റെഡി ടു ഗോ. ഇതായിരുന്നു എൻ്റെ യൂഷ്വൽ റൊട്ടീൻ എന്ന് പറയുന്നത്.
SK ടോക്സിൽ വന്നതിന് ശേഷമാണ് ചെറിയ രീതിക്ക് സ്കിൻ കെയർ സാധനങ്ങൾ മേടിക്കാനും സ്കിൻ കെയർ റൊട്ടീൻ സ്റ്റാർട്ട് ചെയ്യാനും മേക്കപ്പ് ഇത് യൂസ് ചെയ്യാൻ തുടങ്ങിയത്. സോ എനിക്കറിയത്തില്ല, മേ ബി അത്രയും കൊല്ലമായിട്ടൊന്നും യൂസ് ചെയ്യാണ്ട് പെട്ടെന്ന് യൂസ് ചെയ്തപ്പോൾ സ്കിൻ റിയാക്ട് ചെയ്തതാണോ, എനിക്കിത് ഈ ഒരു സംഭവം അപ്പം വന്നതാണ്. ആൻഡ് ഇറ്റ് വാസ് സോ വേഴ്സ്. ഒരു ബിഗ്, ഈ പിമ്പിൾ ഇന്ന് കാണുന്ന പോലെയല്ല കേട്ടോ, ഭയങ്കര വലിയ സൈസിൽ ബ്ലാക്കിഷ് പർപ്പിളിഷ് മിക്സ് കളറൊക്കെ ആയിട്ടായിരുന്നു വന്നിരുന്നത്. നല്ല പേടിച്ചും പോയി ഞാൻ, കാരണം ഡോക്ടേഴ്സിൻ്റെ അടുത്തൊക്കെ പോകേണ്ടി വരും എന്നൊക്കെ അവർ ആലോചിച്ചു. ബട്ട് താങ്ക്ഫുള്ളി ഞാൻ പിന്നെ ഇതുപോലെ ഞാൻ എപ്പോഴും പറയല്ലോ, നമ്മുടെ ഫിറ്റ് ട്യൂബർ, ഷീമ മെഡിക്കെയർ ഇവരുടെ വീഡിയോസ് കണ്ട് അതിലവർ പറയുന്ന ടോക്സിൻ ഫ്രീ സ്കിൻ കെയർ പ്രോഡക്ട്സ്, ഈ പറഞ്ഞ പോലെ ചില പ്രോഡക്ട്സ് ഒക്കെ ട്രൈ ചെയ്തു. ആൻഡ് വൺ ഓഫ് ദ മെയിൻ പ്രോഡക്റ്റ് എനിക്കിത് ചേഞ്ചസ് ഇപ്പോൾ വരാൻ കാരണം മീൻസ് ടീ ട്രീ എസെൻഷ്യൽ ഓയിൽ ഞാൻ മേടിച്ചിട്ടുണ്ടായിരുന്നു. സോ അത് ഒരു കൊല്ലത്തോളം ഒക്കെ യൂസ് ചെയ്തതിന് ശേഷമാണ് ആ ഒരു വലിയ പിമ്പിളായിട്ടിരുന്ന സാധനം ഇപ്പോൾ അത് എന്താ പറയുക, അത് കുറച്ച് നാൾ യൂസ് ചെയ്തപ്പോൾ തന്നെ ആ വലിയ സൈസായിട്ടിരുന്നത് ഷ്രിങ്കായി, കുഞ്ഞായി, അത് ബ്രേക്കായി, പൊട്ടി, റപ്ചറായിട്ട് അത് ഇപ്പോൾ നിങ്ങൾക്ക് ഐ തിങ്ക് കാണുമ്പോൾ മനസ്സിലായി, ഇപ്പോൾ കണ്ടു പല ചുറ്റും, ഇപ്പോൾ ഇതൊരു പിമ്പിളാണ്, ബട്ട് അതിൻ്റെ ചുറ്റും സ്റ്റിൽ ദർ ആർ സം ലൈക്ക് ഡാർക്കസ്റ്റ് സ്പോട്ട്സ്, പിഗ്മെൻറ്റേഷൻ കണക്കും എല്ലാം ഉണ്ട്. സോ ആ രീതിയിലോട്ട് എത്തിക്കാൻ പറ്റി എനിക്ക്. ആൻഡ് സ്റ്റിൽ ഞാൻ അത് യൂസ് ചെയ്യുമായിരുന്നു. അടുത്തിടെ വരെയും ടീ ട്രീ എസെൻഷ്യൽ ഓയിലായിരുന്നു യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ ഇപ്പോൾ അത് തീർന്നു പോയി. സോ നൗ ഞാൻ അത് മേടിക്കുന്നതിന് പകരം ഐ ബോട്ട് ഓറഞ്ച് എസെൻഷ്യൽ ഓയിൽ, ബിക്കോസ് അതും നല്ലതാണെന്ന് കേട്ടു. ആൻഡ് ഞാൻ പറഞ്ഞില്ല, നമ്മൾ സ്ഥിരം ഒരു പ്രോഡക്റ്റ് ഇപ്പോൾ ഒരു കൊല്ലത്തോളം ഒക്കെ യൂസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും നമ്മളൊന്ന് വേറെ എന്തെങ്കിലും കൂടി ട്രൈ ചെയ്യുക, ഒരു റിഫ്രഷ്മെൻറ്റ് വേണമെന്ന് തോന്നുള്ളൂ നമുക്ക്. സോ അതുകൊണ്ട് അത് മേടിച്ചു, ബിക്കോസ് ദാറ്റ് ഓൾസോ ഹെൽപ്സ് വിത്ത് ദിസ് ആക്നെ ആൻഡ് അതർ ഇഷ്യൂസ്. സോ അത് യൂസ് ചെയ്തതിന് ശേഷം എനിക്ക് നല്ല മാറ്റം ഉണ്ട് കേട്ടോ. സോ ഇതിപ്പോൾ വീണ്ടും പോപ്പപ്പ് ചെയ്ത് നിൽക്കാൻ കാരണം, ഇടയ്ക്ക് ഇങ്ങനെ പോപ്പപ്പ് ആയിട്ടില്ലായിരുന്നു, ബട്ട് സ്റ്റിൽ ഇവിടെ ആ ഒരു പിഗ്മെൻറ്റേഷൻ ഉണ്ടില്ലെന്നല്ല, കംപ്ലീറ്റ്ലി ആ ആക്നയുടെ പ്രോബ്ലം എനിക്ക് ഇതുവരെ മാറിയിട്ടില്ല. ഈ ട്രീ എസെൻഷ്യൽ ഓയിലാണെങ്കിലും ഇപ്പോൾ ഓറഞ്ച് ഓയിലാണെങ്കിലും ഇതെല്ലാം യൂസ് ചെയ്ത് തുടങ്ങിയതിന് ശേഷം ഓഫ് കോഴ്സ് ചേഞ്ചസ് ആർ ദെയർ, ബട്ട് എന്താ പറയുക, ലൈക്ക് അതിൻ്റെ ഇൻറ്റൻസിറ്റി വളരെയധികം കുറഞ്ഞു. ആൻഡ് സ്കിന്ന് കുറച്ചൊക്കെ ഹെൽത്തി ആക്കി വെക്കുന്നുണ്ട്, ബട്ട് കംപ്ലീറ്റ്ലി പോകത്തില്ല, ബിക്കോസ് ഇത് നാച്ചുറൽ സാധനം കൂടിയാണ്. സോ ഫാസ്റ്റ് റിസൾട്ട്സും നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റത്തില്ല. സോ മേ ബി ടേക്സ് ടൈം. പിന്നെ നമ്മൾ കംപ്ലീറ്റ്ലി മേക്കപ്പിൽ നിന്ന് മാറി നിൽക്കുമല്ലോ. സോ ഈവൻ ഇഫ് ഞാൻ ഓർഗാനിക് ബ്രാൻഡ്സ് ആണ് ഇപ്പോൾ മേക്കപ്പിന് യൂസ് ചെയ്യുന്നതെങ്കിൽ പോലും ഇടയ്ക്ക് ചില മീൻസ് അല്ലാത്ത പ്രോഡക്ട്സ് യൂസ് ചെയ്യേണ്ടി വരും. സോ അതിൻ്റെ ഇഷ്യൂസ് വരാം. ഈവൻ ഇഫ് ടോക്സിൻ ഫ്രീ, കെമിക്കൽ ഫ്രീ, കംപ്ലീറ്റ്ലി ഓർഗാനിക് ബ്രാൻഡ് ആണെങ്കിൽ കൂടിയും, ഞാൻ എക്സാമ്പിൾ പറയുകയാണ്, ഈവൻ ഇഫ് SK ടോക്സിൻ്റെ ഒക്കെ ഷൂട്ട് ആണെങ്കിൽ പോലും ഏർലി മോർണിംഗ് നമ്മൾ മേക്കപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ടിൽ നൈറ്റ് ഷൂട്ട് കഴിയുന്നവരെയും വി ഹാവ് ദാറ്റ് മേക്കപ്പ് ഓൺ അവർ ഫേസ്. അപ്പം പക്ഷേ വീഡിയോസ് കാണുന്നവർക്ക് അറിയാം, ലൈക്ക് ഞാൻ വളരെ മിനിമലിസ്റ്റിക് മേക്കപ്പേ ചെയ്യാറുള്ളൂ, ബട്ട് സ്റ്റിൽ വി ഹാവ് ദാറ്റ് സം എമൗണ്ട്, കുറച്ചെങ്കിലും ഫേസിനകത്ത് ആ സാധനം ഉണ്ടല്ലോ. സോ അതിൻ്റേതായിട്ടുള്ള സൈഡ് എഫക്ട്സും കാര്യങ്ങളും നമുക്ക് വരുമല്ലോ, ബിക്കോസ് ഫുൾ ടൈം നമ്മൾ അങ്ങനെ ഇരിക്കുമ്പോഴത്തേക്കും. സോ അതിൻ്റെയാണ്. ഈവൻ ഇപ്പം മറ്റേ വീഡിയോയുടെ ഷൂട്ട് കഴിഞ്ഞതിന് ശേഷമാണ് ഇതിപ്പോൾ പോപ്പപ്പായി വന്നത് കേട്ടോ. എനിക്കിത് ഇവിടെ ഈ നോസിൻ്റെ ഇവിടെ പലയിടത്തും പോപ്പപ്പായി വന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഭയങ്കര പെയിൻഫുള്ളാണ് കേട്ടോ. ഇവിടെ വന്ന ഒരു ആക്നെ കുറഞ്ഞു, ഇപ്പം എൻ്റെ പെയിൻ കുറവുണ്ട് നേരത്തെക്കാളും. ഇന്നലെ എനിക്ക് നല്ല പെയിൻ ഉണ്ടായിരുന്നു. ഞാൻ ആ ഓറഞ്ച് എസെൻഷ്യൽ ഓയിൽ ഇട്ടതിന് ശേഷം ഇറ്റ്സ് മച്ച് ബെറ്റർ. ഇപ്പോൾ ഈ ഷൂട്ടിന് പോയപ്പോഴും വലിയ പ്രോഡക്റ്റ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ പെട്ടെന്ന് ഒരു BB ക്രീം പോയി മേടിക്കുകയാണ് ചെയ്തത്. സോ ദാറ്റ് ഇസ് ഓൾസോ ഇറ്റ് ഓൾസോ ഹാസ് സം കൈൻഡ് ഓഫ് ഹാഷ് കെമിക്കൽസ് ഇൻ ദി ഇൻഗ്രീഡിയൻസ് ലിസ്റ്റ്. പക്ഷേ എനിക്ക് വേറെ ഓപ്ഷൻ ഇല്ലാത്തതുകൊണ്ട് എനിക്ക് പെട്ടെന്ന് അടുത്ത ദിവസം ഷൂട്ടിന് വേറെ ഒരു നിവൃത്തിയില്ലെങ്കിൽ എന്ന് പറഞ്ഞിട്ട് ഞാൻ മേടിച്ചതാണ്. ബട്ട് അതിൽ മേക്കപ്പ് ഇല്ലാതിരുന്ന സീനും ഉണ്ട്, ബട്ട് സ്റ്റിൽ ചെറിയൊരു നമുക്ക് ഇത് വേണമെന്ന് തോന്നുന്നതിൽ വേണമല്ലോ. സോ അതുകൊണ്ടാണ്. അപ്പോൾ അതിൻ്റെ ഇതുണ്ട്. പിന്നെ കൗമുദിയുടെ ഷൂട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല. സോ കൗമുദിയുടെ അതിൻ്റെ വിശേഷം ഞാൻ അന്ന് പറഞ്ഞില്ലേ. സോ കൗമുദി ചാനൽ പുതിയതായിട്ട് സ്റ്റാർട്ട് ചെയ്ത ഒരു ഷോയാണ്. അതിൻ്റെ ഫസ്റ്റ് എപ്പിസോഡായിരുന്നു ഞാൻ ജയറാം ചേട്ടനും ഒക്കെ ഉണ്ടായിരുന്ന ആ ഒരു എപ്പിസോഡ്. ഐ തിങ്ക് നിങ്ങളിപ്പോൾ കണ്ടിട്ടുണ്ടാവണം. സോ അതിൽ അവിടെ തന്നെയായിരുന്നു മേക്കപ്പ് ആർട്ടിസ്റ്റ് ഉണ്ടായിരുന്നത്. അപ്പം അവരുടെ പ്രോഡക്ട്സ് വെച്ചാണ് യൂസ് ചെയ്തത്. ഓഫ് കോഴ്സ് അത് കെമിക്കൽസ് തന്നെയാണ്. സോ അതിനൊക്കെ ശേഷം നമുക്കപ്പം ഓരോ ഷൂട്ട് കാര്യം കഴിയുമ്പോഴെല്ലാം നമ്മുടെ സ്കിൻ ഗെറ്റ്സ് ഡാമേജ്ഡ് ബൈ യൂസിങ് ഓൾ ദിസ് കൈൻഡ് ഓഫ് പ്രോഡക്ട്സ്. അപ്പോൾ അതുകൊണ്ടാണ്. സോ അത് കഴിഞ്ഞിട്ട് നമ്മളതനുസരിച്ച് ഓരോ കെയറും കാര്യങ്ങളും എടുക്കണം. അപ്പോൾ അങ്ങനെ ഞാൻ വിചാരിച്ചു, അപ്പോൾ ഇനിയും എൻ്റെ കയ്യിൽ വേറെ പ്രോഡക്റ്റൊന്നുമില്ല. അപ്പോൾ അങ്ങനെ ഞാൻ ഉദ്ദേശിച്ച പ്രോഡക്ട്സ് ഒന്നും കിട്ടുന്നുമില്ല. ഇറ്റ്സ് ലൈക്ക് ഔട്ട് ഓഫ് സ്റ്റോക്ക്, അല്ലെങ്കിൽ എനിക്ക് ഷെയ്ഡ് പ്രശ്നമാണ്. എൻ്റെത് ഈസ് ഓൾവേസ് മീഡിയം വോം യെല്ലോ അണ്ടർടോൺ സ്കിന്നാണ് എൻ്റെത്. ഇടയ്ക്ക് നിങ്ങൾ റൂബി ഓർഗാനിക്സ് കമ്മിങ് ബാക്ക് അത് ഞാൻ പറഞ്ഞല്ലോ. സോ അതിൽ എനിക്ക് തോന്നുന്നു 2 മീഡിയം ഷെയ്ഡും ഒരു ലൈറ്റസ്റ്റ് ഷെയ്ഡും ആയിരുന്നു. അപ്പോൾ മീഡിയം ഷെയ്ഡ് ഇട്ട് നോക്കിയപ്പോൾ ഇറ്റ്സ് ഓക്കെ, കുഴപ്പമില്ല. അത് കംപ്ലീറ്റ്ലി ഞാൻ അത് മാത്രമായിട്ട് ഇട്ട് നോക്കിയില്ല, എന്നാലും എനിക്ക് അതും അറിയാൻ പറ്റത്തുള്ളായിരുന്നു. സോ ബിഫോർ ദാറ്റ് ഐ തോട്ട് സെപ്പറേറ്റ് ഞാൻ ചുമ്മാ ഒരു സൈഡിലൊക്കെ ഇട്ട് നോക്കിയപ്പോൾ ഇറ്റ്സ് ഓക്കെ, കുഴപ്പമില്ല എന്നായിരുന്നു. അപ്പോൾ എന്നിട്ട് ഞാൻ വിചാരിച്ചു ഈ 3 ഷെയ്ഡ് ഒരിക്കലേ അത് സെപ്പറേറ്റ്, എനിക്ക് ആ ഫെയർ സാധനം എനിക്ക് സെപ്പറേറ്റ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റത്തില്ല. സോ ഐ തോട്ട് 3 കൂടി മിക്സ് ചെയ്യാമെന്ന്. അങ്ങനെ ഞാൻ 3 കൂടി മിക്സ് ചെയ്ത് ഒരു കുഞ്ഞ് റൗണ്ട് ബോട്ടിലാക്കി. ബിക്കോസ് അത് മറ്റേ ഇങ്ങനെ ഇരിക്കുന്ന ഒരു ഗ്ലാസ് ബോട്ടിലായിരുന്നു. ആൻഡ് ഇറ്റ് വാസ് സോ എന്താ പറയുക ഇൻകൺവീനിയൻറ്റ് ടു യൂസ്. നിങ്ങൾ ആ ഷോർട്സിൽ കാണുമ്പോൾ അറിയാം, ഇങ്ങനെ അടിച്ചടിച്ച് സാധനം വരുന്നുമില്ല. സോ എനിക്ക് അങ്ങനത്തെ കൈൻഡ് ഓഫ് പാക്കേജിങ് എനിക്കറിയത്തില്ല കേട്ടോ, എനിക്കത് വർക്കിംഗ് അല്ല.
പിന്നെ എൻ്റെ ഞാൻ വേറൊരു പ്രോഡക്റ്റ് മേടിച്ചിട്ട് empty ആയ ഒരു കുഞ്ഞ് ബോക്സ് ഉണ്ടായിരുന്നു. സോ അതിലോട്ട് ഞാൻ റീഫിൽ ചെയ്തു. ബട്ട് അതും ഞാൻ പറഞ്ഞതുപോലെ എന്താ പറയുക, ഇങ്ങനത്തെ റൗണ്ട് ബോക്സ് ആണ്. അപ്പോൾ നമ്മൾ ഇങ്ങനെ എടുക്കണം. സോ എനിക്ക് അതും കംഫർട്ടബിൾ അല്ല. സോ എനിക്ക് ഓൾവേസ് നമ്മുടെ ഇപ്പോൾ ഫേസ് വാഷ് ട്യൂബ് പോലെ വരുന്നില്ലേ, അങ്ങനത്തെ കൈൻഡ് ഓഫ് പാക്കേജിങ് വരുന്ന ലൈക്ക് ഇപ്പോൾ ചില മോയ്സ്ചറൈസർ ക്രീംസ്, ഫേസ് വാഷ് അല്ലെങ്കിൽ മേക്കപ്പ് പ്രോഡക്ട്സ് എല്ലാം അവർ ഈ പമ്പ് യൂസ് ചെയ്തിട്ടുള്ള പാക്കേജിങ് ആയിരിക്കും. സോ അങ്ങനത്തെ ബോട്ടിൽസ് ആൻഡ് ഈ ട്യൂബ് പോലത്തെ ബോട്ടിൽസ് ഇസ് ഫൈൻ. അതാകുമ്പോൾ കറക്റ്റ് നമ്മളൊരു ഒന്ന് യൂസ് ചെയ്യുമ്പോൾ നമുക്ക് ആവശ്യത്തിനുള്ള പ്രോഡക്റ്റ് കിട്ടും. ആൻഡ് ദാറ്റ് ഇസ് മോർ ദാൻ ഇനഫ്. ഇത് നമുക്ക് ഇച്ചിരി പാടാണ്. സോ പക്ഷേ വേറെ നിവൃത്തിയില്ലാത്തതുകൊണ്ട് എനിക്ക് അങ്ങനെ ചെയ്യേണ്ടി വന്നു. ആൻഡ് അത് ഞാൻ മിക്സ് ചെയ്തിട്ടപ്പോഴത്തേക്കും എനിക്ക് എൻ്റെ സ്കിൻ ടോൺ നിന്ന് ഇച്ചിരി കൂടി ഭയങ്കര ഗ്രേഷ് ആയിട്ടും വൈറ്റിഷ് ആയിട്ടും എനിക്ക് ഫീൽ ചെയ്തു. അപ്പോൾ ഞാൻ വിചാരിച്ചു അയ്യോ ഓർഡർ ചെയ്ത് കാശും പോയി ഇനിയിപ്പോൾ എന്ത് ചെയ്യൂ എന്നാലോചിച്ചത്. അമ്മയ്ക്ക് എന്തായാലും ഇച്ചിരി ഫെയർ ആണ്. സോ അമ്മയ്ക്ക് സ്യൂട്ടാവും. അങ്ങനെ ഞാനത് അമ്മയ്ക്ക് കൊടുത്തു. ബിക്കോസ് അമ്മയ്ക്കും ഫൗണ്ടേഷൻ ഇതൊന്നും ഇല്ലായിരുന്നു. സോ അമ്മയ്ക്ക് ഞാനത് കൊടുത്തു. ആൻഡ് ഞാൻ ഐ തോട്ട് എനിക്ക് എന്തായാലും വേറെ മേടിക്കണം. സോ അങ്ങനെ ഞാൻ വേറെ മേടിച്ചു. സോ ആ മേടിച്ച ബ്രാൻഡിൻ്റെ കാര്യമാണ് ഇന്ന് നിങ്ങൾ കാണാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ വിചാരിക്കുമായിരിക്കും ഞാൻ കഴിഞ്ഞ ആ സ്കിൻ കെയർ സ്റ്റെപ്സ് വീഡിയോയിൽ ഞാൻ വലിയ കാര്യത്തിന് ഞാൻ മറ്റേ എന്താ പറയുക വിരവാക്കി മുടക്കി പോയി എന്നൊക്കെ പറയണ പോലെ പറയാൻ പറ്റും. ഞാൻ BB ക്രീം അല്ലെങ്കിൽ ഒരു ടിൻറ്റഡ് മോയ്സ്ചറൈസർ സൺസ്ക്രീൻ പോലത്തേക്ക് ഞാൻ യൂസ് ചെയ്യത്തുള്ളൂ. അല്ലാണ്ട് സ്കിൻ ടിൻറ്റ് പോലും യൂസ് ചെയ്യത്തില്ല. ഫൗണ്ടേഷൻ ഒന്നും എനിക്ക് വേണ്ട എന്ന് ഞാൻ പറഞ്ഞിരുന്നു. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി ഞാൻ പറഞ്ഞില്ല. എനിക്ക് അത് തന്നെയാണ് ആഗ്രഹം ഗൈസ്. പക്ഷേ ഞാൻ പറഞ്ഞു ഞാൻ ഓർഡർ ചെയ്യുന്ന സാധനം ഒന്നുകിൽ എനിക്ക് ഷെയ്ഡ് പ്രശ്നം, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഞാൻ ഉദ്ദേശിക്കുന്ന പ്രോഡക്റ്റ് ഔട്ട് ഓഫ് സ്റ്റോക്കും, അല്ലെങ്കിൽ ഞാൻ ഉദ്ദേശിക്കുന്ന സാധനം ക്യാൻസലായി പോയിക്കൊണ്ടിരിക്കുകയാണ്, എനിക്ക് കിട്ടുന്നില്ല. അപ്പോൾ അങ്ങനെ വന്നപ്പോഴത്തേക്കും എനിക്ക് വേറെ ബ്രാൻഡ്സ് ഇല്ല ചൂസ് ചെയ്യാൻ. സോ ഫൈനലി ഐ ഹാഡ് ടു കം ഇൻ ടു എ ബ്രാൻഡ് കോൾഡ് ഡോട്ടർ എർത്ത് എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെ കൺസീലറാണ് ഞാൻ ഓർഡർ ചെയ്തത് കേട്ടോ. ഫൗണ്ടേഷൻ അല്ല, കൺസീലറാണ്. സോ എനിക്കത് എന്താ പറയുക ഓർഡർ ചെയ്യേണ്ടി വന്നു. അതും അതിൻ്റെ ഒറിജിനൽ സൈറ്റിലാണ് ഞാൻ ഓർഡർ ചെയ്തത്. അതായിരുന്നു എനിക്ക് ഈ ഒരു കുട്ടി സ്റ്റോറി പറയണമെന്നുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഈ വീഡിയോ എടുത്തത്. സോ ഓൺലി ബിക്കോസ് ഓഫ് ദാറ്റ്, അതുകൊണ്ട് മാത്രമാണ് എനിക്കിപ്പം എന്താ പറയുക അത് ഓർഡർ ചെയ്യേണ്ടി വന്നത്. അല്ലെങ്കിൽ ഡെഫിനറ്റ്ലി ഐ വുഡൻറ്റ് എന്താ പറയുക ഹാവ് ഓർഡേർഡ് അല്ലെങ്കിൽ ബോട്ട് ഫൗണ്ടേഷൻ ഓർ കൺസീലർ ഓർ കൈൻഡ് ഓഫ് പ്രോഡക്ട്സ്. ഞാൻ എപ്പോഴും ഒരു നാച്ചുറൽ ഒരു മിനിമൽ BB ക്രീം അല്ലെങ്കിൽ അങ്ങനത്തെ കൈൻഡ് ഓഫ് ആൾ തന്നെയാണ്. പക്ഷേ ഞാൻ ഈ പറഞ്ഞ പോലെ എനിക്കിത് കിട്ടാത്തതുകൊണ്ട് ഇതിലോട്ട് വന്നതാണ് കേട്ടോ. സോ ഇനിയിപ്പം ഇത് തീരുന്നവരെ ഇത് തന്നെയായിരിക്കും എൻ്റെ കയ്യിലുള്ള സാധനം. വേറെ ഒന്നും മേടിക്കാനൊന്നും പോകത്തില്ല. ആൻഡ് പക്ഷേ ഇതിൻ്റെയും പാക്കേജിങ് നിങ്ങൾ വീഡിയോയിൽ കാണുമ്പോൾ മനസ്സിലായി, ഡീറ്റെയിൽസ് പറഞ്ഞിട്ടുണ്ട്. ഇറ്റ്സ് ഗുഡ്. ബട്ട് എനിക്ക് ട്രാവൽ ചെയ്യുമ്പം ഒരു ചെറിയ പേടിയുണ്ട്. ട്രാവൽ എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് പുറത്തോട്ട് പോകുമ്പം ഐ ഡോണ്ട് ക്യാരി ദിസ് മേക്കപ്പ് പ്രോഡക്ട്സ്. പ്രത്യേകിച്ച് ഒരു സ്റ്റേക്ക് പോകുമ്പോൾ അങ്ങനെ ഞാൻ ചെയ്യുന്ന ആളല്ല. ഞാൻ ഉദ്ദേശിച്ച ഷൂട്ടിന് പോകുമ്പോൾ നമുക്ക് ഓഫ് കോഴ്സ് ക്യാരി ചെയ്യണമല്ലോ. അപ്പോൾ പക്ഷേ എനിക്ക് അതിന് പോലും ഇതെനിക്കൊരു ഇച്ചിരി പേടിയുണ്ട്, ഈ ഒരു പാക്കേജിങ് എന്തെങ്കിലും ഇതാവുമോ എന്നുള്ളത്. എനിവേസ് ലെറ്റ്സ് സീ. സോ ഇനി ഇതെന്തായാലും ഞാൻ അത്യാവശ്യം എനിക്ക് കുറേ നാൾ ലാസ്റ്റ് ചെയ്യും, അതെനിക്ക് ഉറപ്പുണ്ട്. സോ ഇറ്റ് ഈസ് എക്സ്പെൻസീവ്. വീണ്ടും ഞാൻ പറഞ്ഞ രണ്ട് കാര്യങ്ങളിൽ നിന്ന് എനിക്ക് ഔട്ട് ഓഫ് ദി ബോക്സ് വരേണ്ടി വന്നു. ഫസ്റ്റ് തിങ്, ഞാൻ എപ്പോഴും മിനിമൽ സാധനം അഫോർഡബിൾ സാധനം മേടിക്കുമെന്നായിരുന്നു. ബട്ട് ഇതെൻ്റെ കയ്യിൽ നിന്ന് പോയി ഏറ്റവും എക്സ്പെൻസീവ് സാധനത്തിലോട്ട് എനിക്ക് പോവേണ്ടി വന്നു. ആൻഡ് ഐ എം നോട്ട് അറ്റ് ഓൾ ഹാപ്പി വിത്ത് ദാറ്റ്. പക്ഷേ ഞാൻ പറഞ്ഞല്ലോ ഞാനത് മുതലാക്കും. ഇനിയൊരു 2 years തിരിഞ്ഞ് നോക്കണ്ടാത്ത വിധം ഐ വിൽ ബി യൂസിങ് ദിസ്. ആൻഡ് ഈ പറഞ്ഞ പോലെ ഒരു BB ക്രീമിൽ നിർത്തണം എന്നുള്ളത് വീണ്ടും വന്ന് കൺസീലർ വരെ എത്തി നിൽക്കുവാണ്. സോ അതും എനിക്ക് പറഞ്ഞ വാക്കിൽ നിന്ന് പുറത്തേക്ക് വരേണ്ടി വന്നു. ബട്ട് ഞാൻ പറഞ്ഞല്ലോ അതും എൻ്റെ ഇഷ്യൂ അല്ല. ഓൺലൈൻകാർ അത് അവൈലബിൾ ആക്കണമായിരുന്നു. ആൻഡ് ദിസ് ആമസോൺ, ഫ്ലിപ്കാർട്ട് ആൻഡ് ഇവരൊന്നും ക്യാൻസൽ ചെയ്യാനും പാടില്ലായിരുന്നു. സോ ഇപ്പം എൻ്റെ ഇഷ്യൂസ് കാരണം ഞാൻ ചെയ്തതല്ല. അപ്പം എൻ്റെ ഭാഗത്താണോ തെറ്റ്? അല്ലല്ലോ. ഓക്കെ. സോ അപ്പോൾ today's video is all about this product, like how I bought it, why I bought it, and how was my experience with that എന്നൊക്കെ ഉള്ളതാണ്. സോ ബാക്കി വിശേഷങ്ങൾ ഞാൻ അതിൻ്റെ ഡെമോ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് വിശേഷങ്ങൾ പറഞ്ഞിട്ടുണ്ട്. സോ ആ വീഡിയോ കണ്ടിട്ട് ലെറ്റ്സ് വൈൻഡ് അപ്പ് ടുഡേയ്സ് വീഡിയോ. ഓക്കെ, അപ്പോൾ പോയി കണ്ടിട്ട് വരൂ. സോ ഫൈനലി ഞാൻ അതിൻ്റെ ഒരു കൺസീലർ ഓർഡർ ചെയ്തു. സോ ഇതും തമാശയാണ്, കാരണം ഇതും ഞാൻ ആമസോണിൽ ഓർഡർ ചെയ്യാൻ നോക്കിയപ്പോഴത്തേക്കും എനിക്കിതുപോലെ ക്യാൻസലായി പോയിക്കൊണ്ടിരിക്കുമായിരുന്നു. ആൻഡ് ഫൈനലി ഞാൻ പിന്നെ ഇത് അവരുടെ സൈറ്റിൽ ഒറിജിനൽ ഡോട്ടർ ഇതാ ഇവിടെ സൈറ്റിൽ ഇതൊക്കെ അവർ കൊടുത്തിട്ടുണ്ട്. സൈറ്റിൽ കയറിയിട്ടാണ് ഞാനത് ഓർഡർ ചെയ്യുന്നത്. ബിക്കോസ് എന്താണെന്ന് അറിയത്തില്ല, എനിക്ക് എൻ്റെ ആമസോൺ അക്കൗണ്ട് പ്രശ്നമായിരുന്നു എന്താണ്. ഞാൻ പിന്നെ ഹസ്ബൻഡ് ഇത് നോക്കി എന്നിട്ടൊന്നും രക്ഷയില്ല. അപ്പോൾ എന്തായിരുന്നു പ്രോഡക്റ്റ് ക്വാണ്ടിറ്റി ഉള്ള സാധനം എനിക്ക് മേടിക്കണമില്ലായിരുന്നു. അപ്പോൾ ഒരു 30 grams ആൻഡ് അങ്ങനത്തെ ഒരു സാധനം മേടിക്കണം എന്ന് എനിക്കില്ലായിരുന്നു. ആക്ച്വലി ഞാൻ ടിൻറ്റഡ് മോയ്സ്ചറൈസറൊക്കെ നോക്കിയത് ആ ഒരു ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു. അപ്പം അത് പിന്നെ അതും ലൈക്ക് പ്രൈസ് റേഞ്ചും എൻ്റെ ഒരു അഫോർഡബിൾ റേഞ്ചിനകത്തായിരുന്നു. ലൈക്ക് 200-300 സംതിങ് ആ റേഞ്ചായിരുന്നു. അപ്പോൾ അത് മതിയെന്ന് പറഞ്ഞപ്പോഴാണ് പിന്നെ ഫൈനലി എനിക്ക് അവസാനം ഒരു നിവൃത്തി ഇല്ലാതെ എനിക്ക് ഇതിലോട്ട് പോകേണ്ടി വന്നു. ആൻഡ് ദിസ് ഈസ് എക്സ്പെൻസീവ്, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. ഓഫ് കോഴ്സ് ദിസ് ഇസ് എക്സ്പെൻസീവ്. റൂബി ഓർഗാനിക്സ് ഇസ് ഓൾസോ എക്സ്പെൻസീവ്. പിന്നെ സോൾട്രിയുടെ നോക്കിയായിരുന്നു, അതും എല്ലാം ഈ ഒരു റേഞ്ചാണ്. എല്ലാം ഈസ് എബവ് 1000 കേട്ടോ. ഇതിൻ്റെ തന്നെ MRP ഇസ് 1250 rupees. ഇവിടെ ആണ് പ്രൈസ് റേഞ്ച് കൊടുത്തിരിക്കുന്നത്. ദീസ് ആർ ദി ഇൻഗ്രീഡിയൻസ് ലിസ്റ്റ്. കംപ്ലീറ്റ്ലി ഓർഗാനിക് ആണ്.
ആൻഡ് ഇവിടെ അവർ പറയുന്നുണ്ട് ക്രൂവൽറ്റി ഫ്രീ ആണ്, വീഗനാണ്. ഇനി എനിക്ക് എന്താ പറയുക, എനിക്കിതിങ്ങനെ ഉപയോഗിച്ച് കൊള്ളാൻ വയ്യ. ലൈക്ക് ഉപയോഗിക്കുമ്പോൾ എങ്ങനെ ഇരിക്കണം എന്നുള്ളത് അറിയാൻ എനിക്ക് ഭയങ്കര ഒരു എക്സൈറ്റ്മെൻറ്റ് ഉണ്ട് കേട്ടോ. ഹോപ്പ്ഫുള്ളി ഇതെൻ്റെ ഷെയ്ഡ് തന്നെ ആയിരിക്കണേ എന്നാണ് എൻ്റെ ഒരു പ്രാർത്ഥന. എനിക്ക് ആ ഒരു കാര്യത്തിൽ ഭയങ്കര ടെൻഷനുണ്ട്. അപ്പം ലാറ്റെ എന്ന് പറയുന്ന ഷെയ്ഡിലാണ് ഓർഡർ ചെയ്തിരിക്കുന്നത്. സോ ഞാൻ കുറേ വീഡിയോസും റിവ്യൂസും കണ്ടത് വെച്ച് വാട്ട് ഐ അണ്ടർസ്റ്റുഡ് ഇസ് എൻ്റെ ഒരു സ്കിൻ ടോണിലേക്ക് ഒരു വാം മീഡിയം യെല്ലോ അണ്ടർ ടോൺ സ്കിന്നിന് ദിസ് വിൽ ബി ദ പെർഫെക്റ്റ് ഷെയ്ഡ്. അപ്പോൾ അത് നോക്കിയാലേ എനിക്ക് അറിയത്തുള്ളൂ. ഐ ഡോണ്ട് നോ. കാരണം ഇതിന് മുമ്പ് ഐ തിങ്ക് 2 ഷെയ്ഡുണ്ട്. അത് അത്യാവശ്യം ഫെയർ ഇതാണ്. ഇതിന് താഴോട്ടുള്ളതും ഐ തിങ്ക് ഇച്ചിരി ഒരു മീഡിയം ടു ഡീപ്പ് ഇതിലോട്ടാണെന്ന് തോന്നുന്നു. എനിക്ക് ഓൾമോസ്റ്റ് അതുപോലെയാണ്, ബട്ട് സ്റ്റിൽ. അപ്പോൾ എനിവേസ്, അപ്പോൾ ഇതിൻ്റെ നെറ്റ് വെയ്റ്റ് ഇസ് 4.5 grams ആണ് കേട്ടോ ഈ പ്രോഡക്റ്റ് വരുന്നത്. ആൻഡ് ഇതിൻ്റെ ഒരു നല്ല സ്മൂത്ത് പാക്കേജിങ് ആണ്. എനിക്കൊരു ഫ്ലോറൽ പ്രിൻസ് നല്ല ഇഷ്ടപ്പെട്ടു കേട്ടോ. ഇറ്റ്സ് ഗുഡ്. എന്തോ ഒരു പോസിറ്റീവ് ഫീൽ ഉണ്ട്. ആൻഡ് ദിസ് എന്താ പറയുക, ഒരു നൈസ് പിങ്ക് ഗ്രീൻ ഷെയ്ഡ് ഇസ് ഓൾസോ ഗുഡ്. സോ ആൻഡ് ഇതിൽ തന്നെ പറയുന്നത്, ആൻഡ് ഞാൻ വീഡിയോസിൽ കണ്ടതും വെച്ചിട്ട് ഇത് ഭയങ്കര ഒരു ലൈറ്റ് വെയ്റ്റ് വാട്ടർലെസ് ക്രീമി കൺസിസ്റ്റൻസി ഉള്ള ഒരു കൺസീലർ എന്നാണ് അവർ പറയുന്നത്. സോ അപ്പോൾ ലെറ്റ്സ് ട്രൈ, ലെറ്റ്സ് ഹോപ്പ്. സോ ഇങ്ങനെയാണ് ഒരു പാക്കേജിങ് വരുന്നത്. ഇതിലൊരു കോട്ടൊക്കെ എഴുതിയിട്ടുണ്ട്. ഇറ്റ്സ് നൈസ്. Wind in the hair, twinkle in the eye, feet in the wild. The earth is what we have in common. We are daughters of earth. Nice. So this is the inner packaging. I got it for 984 rupees at all. Okay. Oh. So ഇങ്ങനെയാണ് ഇരിക്കുന്നത്. And this is the packaging. It's different. Completely ഒരു പേപ്പർ ഇതും അങ്ങനത്തേക്ക് ഇതാണെന്ന് തോന്നുന്നു. ക്യാരി ചെയ്യുമ്പോൾ എനിക്ക് എങ്ങനെയാണെന്നത്, എനിക്ക് ആക്ച്വലി മറ്റ് യൂസ് ചെയ്ത സാധനമൊക്കെ ഗ്ലാസ് ബോട്ടിൽ അല്ലെങ്കിൽ പമ്പ് ഇല്ലാത്ത ബോട്ടിൽസ് എനിക്ക് ഇച്ചിരി ഒരു പ്രശ്നം പോലും എനിക്ക് തോന്നിയിട്ടുണ്ട് യൂസ് ചെയ്യാൻ. അപ്പോൾ ഇതും ഇനി ഒരു പാലറ്റ് കൈൻഡ് ഓഫ് രീതിയിലാണ് അവർ പാക്കേജിങ് ചെയ്തിരിക്കുന്നത്. ഷെയ്ഡ് കണ്ടിട്ട് ഐ തിങ്ക് ഇറ്റ് വിൽ സ്യൂട്ട് മീ. നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ എൻ്റെ ഫേസിൽ ഞാൻ ഒന്നും ഇട്ടിട്ടില്ല. ഇറ്റ്സ് ബെയർ ഓഫ് സ്കിൻ. സോ ഫസ്റ്റ് അവർ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കൈ കൊണ്ട് തന്നെ ഇത് നന്നായിട്ട്, ഓ മൈ ഗോഡ്, ഇറ്റ്സ് സോ ക്രീമി, നന്നായിട്ട് ഇങ്ങനെ ചെയ്ത് വി ഷുഡ് വാം ഇറ്റ് അപ്പ് എന്നാണ് പറയുന്നത്, കൈ കൊണ്ട് തന്നെ, ഫിംഗേഴ്സ് കൊണ്ട് തന്നെ. സോ ഐ എം ട്രൈങ് ടു ഡു ഇറ്റ്. സോ ക്രീമി കേട്ടോ, ആൻഡ് ഇറ്റ്സ് സോ ലൈറ്റ് വെയ്റ്റ്. ദിസ് ഇസ് ദ ഷെയ്ഡ്. ട്രൈ. ഞാനൊരു മിററും കൂടി അടുത്തെടുത്ത് വെച്ചിട്ടുണ്ട്. Can you see this? ഇതിൽ നോക്കട്ടെ ഞാൻ. I think it's my perfect shade. Yes. സ്മെല്ല് അങ്ങനെ പ്രത്യേകിച്ച് സ്മെല്ലൊന്നുമില്ല. സോ ലൈറ്റ് വെയ്റ്റ് ഓൾസോ. ചെറിയ ക്വാണ്ടിറ്റി തന്നെ എടുത്താൽ മതി ഐ ഗസ്. അത്യാവശ്യം നമുക്ക് ഒരു മിനിമൽ കവറേജിന് ദിസ് ഇസ് ധാരാളം കേട്ടോ. സി, ക്യാൻ യു സി ദ ഡിഫറൻസ്? ഇറ്റ്സ് ഗുഡ്. ഞാനിപ്പോൾ ഒരു മിനിമൽ ക്വാണ്ടിറ്റിയാണ് ഇട്ടിരിക്കുന്നത്. എൻ്റെ ഇതിന് ചുറ്റുമുള്ള ഡാർക്ക് സ്പോട്ട്സ് പോയി. പിമ്പിൾ ഓഫ് കോഴ്സ് ഇച്ചിരി പോപ്പ് ആയിട്ടിരിക്കുന്നുണ്ട് കാണാം. ബട്ട് ഐ തിങ്ക് പ്രെറ്റി മച്ച് കവറായി. ഞാൻ കുറച്ചേ എടുത്തിട്ടുള്ളൂ. ഐ തിങ്ക് ഓഫ് കോഴ്സ് വി ക്യാൻ ബിൽഡ് ഇറ്റ് അപ്പ് നമുക്ക് വേണമെങ്കിൽ. അപ്പോൾ എനിക്ക് ലൈക്ക് വളരെ നാച്ചുറൽ ലുക്കാണ് ഐ ഓൾവേസ് പ്രിഫർ. അത് നിങ്ങൾക്ക് ഇനി ഐ ഡോണ്ട് നോ, നിങ്ങൾ സ്കിന്നിയുടെ തന്നെ വീഡിയോസ് പണ്ടത്തെ ഈവൻ എടുത്ത് നോക്കിയാലും ഞാൻ ഇപ്പോഴും അതിൻ്റെ ആളാണ്. ഐ ലവ് ഇറ്റ്. സോ ഗുഡ്, സോ ഗുഡ്. എനിക്ക് ഭയങ്കര ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു എനിക്കിത് ഓക്കെ ആവോ ഇല്ലേ എന്നുള്ളതേ. പെർഫെക്റ്റ് ഷെയ്ഡ്. എനിക്ക് കണ്ണാടി നോക്കുമ്പോൾ അത് ഇച്ചിരി ലൈറ്റനാക്കിയിട്ടുണ്ടോ എന്നൊന്നും തോന്നില്ല കേട്ടോ. എനിക്ക് എൻ്റെ ഷെയ്ഡിൻ്റെ പുറത്ത് നിൽക്കും. പക്ഷേ ക്യാമറയിൽ നോക്കുമ്പോൾ കുറച്ചൊരു ഈവൻ കവറേജ് കിട്ടിയ ഫീൽ തോന്നുന്നുണ്ട് ഈ സൈഡ്. ഞാൻ ഇവിടെ മാത്രമേ ഇട്ടിട്ടുള്ളൂ. ഓക്കെ, ഐ തിങ്ക് എനിക്കിത് എന്തായാലും കുറേ നാൾ ലാസ്റ്റ് ചെയ്യും. പെട്ടെന്ന് തീർക്കത്തുമില്ല ഞാൻ. സോ ഐ തിങ്ക് ദാറ്റ് ഇസ് ഓക്കെ. സോ ഇതൊരു ഓട്ടോമാറ്റിക്കലി ഇങ്ങനെ ഒട്ടിപ്പിടിക്കും കേട്ടോ. അങ്ങനത്തെ കൈൻഡ് ഓഫ് പാക്കേജിങ് ആണ്. അപ്പോൾ എനിക്കിതിൽ ഒരു പേടിയുള്ളത് ലൈക്ക് ഷൂട്ടിന് കൊണ്ടുപോകുമ്പോഴൊക്കെ ഹൗ ഇറ്റ് വിൽ ബി എന്നുള്ളതാണ്. അല്ലാണ്ട് ഇറ്റ്സ് ഫൈൻ. എനിക്കിഷ്ടമായി. സ്മെല്ല് പ്രത്യേകിച്ച് ഒന്നും അറിയുന്നില്ല കേട്ടോ.
ചെറിയൊരു കൈൻഡ് ഓഫ് ഒരു ഓയിലിൻ്റെ എന്തോ ഒരു തോന്നുന്നുണ്ട്. ബട്ട് അപ്പോൾ ഓക്കെ, സംഭവം സക്സസ് ആയി എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇറ്റ്സ് ട്രൈ. ഇൻ കമ്മിങ് ഡേയ്സ് നമുക്ക് ഗെറ്റ് റെഡി വിത്ത് മീ മേക്കപ്പ് ഇതൊക്കെ നമുക്ക് എന്തെങ്കിലും, നിങ്ങൾക്ക് തന്നെ അറിയാം അല്ലാത്ത ടൈമിൽ അങ്ങനെ മേക്കപ്പ് ചെയ്യുന്ന ആളല്ല. സോ അങ്ങനത്തെ സിറ്റുവേഷൻസ് വരുമ്പോൾ ആൻഡ് ഇഫ് ഐ ഗെറ്റ് ടു മേക്ക് എ വീഡിയോ, ഇത് വെച്ചിട്ടുള്ള സംഭവം നമുക്ക് നോക്കി ഞാൻ പറയുന്നത്. പിന്നെ ജസ്റ്റ് ട്രയൽ മാത്രമേ ചെയ്തിട്ടുള്ളൂ. ഐ തിങ്ക് ഇറ്റ്സ് ഓക്കെ. ഒരു കാര്യം കൂടെ പറയാനുള്ളത്, ഇതിപ്പോൾ ക്രിസ്മസ് ന്യൂ ഇയർ ടൈം ഓർഡർ ചെയ്തത് കൊണ്ടാണോ അതോ ഞാൻ ഫസ്റ്റ് ടൈം അവരുടെ സൈറ്റിൽ ഓർഡർ ചെയ്തുകൊണ്ടാണോ എന്ന് എനിക്കറിയത്തില്ല. ഐ ഗോട്ട് എ സർപ്രൈസ്. ഞാൻ 984 ഈ ഒരു കൺസീലറാണ് ഓർഡർ ചെയ്തതെന്ന് ഞാൻ പറഞ്ഞു. ബട്ട് സർപ്രൈസിംഗ്ലി ഇനി അവർക്ക് അബദ്ധം പറ്റുന്നതാണെന്ന് എനിക്കറിയത്തില്ല. ഐ ഹോപ്പ് നോട്ട്. ഐ ഗോട്ട് എ ലിപ്സ്റ്റിക് ടു. ഒരു ലിക്വിഡ് ലിപ്സ്റ്റിക്ക് കൂടി എനിക്ക് ആ പാക്കേജിങ്ങിനകത്ത് ഉണ്ടായിരുന്നു. സോ ഐ തിങ്ക് ലൈക്ക് ഫസ്റ്റ് ടൈം ഓർഡർ ചെയ്തുകൊണ്ടോ അല്ലെങ്കിൽ ക്രിസ്മസ് ഇതായതുകൊണ്ടോ ലൈക്ക് ഫ്രീ ആയിട്ട് കിട്ടിയതാണോ ലൈക്ക് കോംപ്ലിമെൻ്ററി പോലെ തന്നതാണോ എന്ന് എനിക്ക് അറിയത്തില്ല കേട്ടോ. സോ ഇത് ആക്ച്വലി 745 റുപ്പീസിൻ്റെ ലിക്വിഡ് ലിപ്സ്റ്റിക്കാണ് ആൻഡ് 2.5 ml ഓഫ് പ്രോഡക്റ്റാണ് നമുക്ക് കിട്ടുന്നത്. ഇറ്റ്സ് ഓഫ് കോഴ്സ് പ്രൈസി ആണല്ല, ബട്ട് ഞാനിപ്പോൾ ആലോചിക്കുമ്പോൾ അപ്പോൾ 984 എനിക്കിത് രണ്ടും കിട്ടി എന്നുള്ളൊരിത് ആലോചിക്കുമ്പോൾ ചെറിയൊരു ആശ്വാസം. സോ ഞാൻ അല്ലാണ്ട് മേടിക്കാനാണെങ്കിൽ എനിക്ക് ആക്ച്വലി ഞാൻ പറഞ്ഞു, എനിക്ക് അതിന് മേക്കപ്പ് വീഡിയോ നിങ്ങൾ ഒരു ദിവസം നിങ്ങൾ ചോദിക്കുന്നുണ്ട്, ഞാൻ ഇടാം പ്രോഡക്ട്സിൻ്റെ കാര്യമൊക്കെ. ഐ തിങ്ക് സെപ്പറേറ്റ് ഞാൻ ഇങ്ങനെ ഓരോന്ന് കാണിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഒരുവിധ ഐഡിയ കിട്ടിക്കാണിരിക്കുന്ന സാധനങ്ങളെ കുറിച്ചിട്ടൊക്കെ. സോ അല്ലാണ്ട് ഒരുപാട് കാണിക്കാനും ഒന്നും അങ്ങനെ ഇല്ല പ്രോഡക്ട്സ്. സോ ലിപ്സ്റ്റിക്കും എനിക്ക് ആക്ച്വലി അങ്ങനെ കളക്ഷൻ അങ്ങനെ ഒന്നുമില്ല. സോ എനിക്ക് വേറൊരു ഷെയ്ഡൊക്കെ കിട്ടിയാൽ കൊള്ളാം എന്നൊക്കെ പറഞ്ഞ് ഇരിക്കുകയായിരുന്നു. സോ ദിസ് ഈസ് ഇൻ ദ ഷെയ്ഡ് പിങ്കിറ്റി ഡ്രിങ്കിറ്റി, അതാണ് ഇതിൻ്റെ പേര് കേട്ടോ. ആൻഡ് ഇവിടെ ഇൻഗ്രീഡിയൻസ് കൊടുത്തിട്ടുണ്ട്. ആൻഡ് ഫുൾ ഇൻഗ്രീഡിയൻറ്റ് ലിസ്റ്റ് അല്ലാണ്ട് പുറമെയാണ് കേട്ടോ കൊടുത്തിരിക്കുന്നത്. സോ ലെറ്റ്സ് ഓപ്പൺ ദിസ് ആൻഡ് ട്രൈ ഇറ്റ്. പിങ്ക് എന്ന് കേൾക്കുമ്പോൾ എനിക്കൊരു പേടിയുണ്ട്, കാരണം ചില കളേഴ്സ് ഡസ് നോട്ട് സ്യൂട്ട് മീ. ഓ മൈ ഗോഡ്, ഇത് കണ്ടിട്ട് ഒരു ന്യൂഡ് ഷെയ്ഡാണ്. എനിക്ക് ചില ഷെയ്ഡ്സൊക്കെ എനിക്ക് ഇടുമ്പോഴത്തേക്കും ഭയങ്കര മറ്റേ വാഷ്ഡ് ഔട്ട് ഫീൽഡായിട്ടൊക്കെ ഇരിക്കും. അപ്പോൾ ഞാൻ ഇതിനു മുമ്പ് മേടിച്ചിട്ടുള്ള സാധനങ്ങളെല്ലാം ഞാനത് പലർക്കും കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് എൻ്റെ കയ്യിൽ ആകപ്പാടെ ഒരു 3-4 ഉള്ളൂ എനിക്ക് മാച്ച് ചെയ്യുന്ന കൈൻഡ് ഓഫ് ഒരു ഷെയ്ഡ്സാണ് ഇപ്പോൾ വേണ്ടിയിരിക്കുന്നത്. അപ്പോൾ ഇതും അതുപോലെ ആവാതിരുന്നാൽ മതിയായിരുന്നു. ഐ ഡോണ്ട് വോണ്ട് ഇറ്റ് ടു എൻഡ് അപ്പ് ലൈക്ക് സ്മെൽ ഇസ് സോ ഗുഡ്. ആർഗൻ ഓയിൽ, വിറ്റമിൻ ഇ, പീച്ച് ഫ്രൂട്ട്. ആ പീച്ച് ഫ്രൂട്ടിൻ്റെ സ്മെല്ലാണ് കേട്ടോ. ഇറ്റ്സ് ഗുഡ്. ഇറ്റ്സ് റിയലി കണ്ടപ്പോൾ ഭയങ്കര ഒരു മിനിമൽ ഇതായിട്ട് തോന്നിയെങ്കിലും അപ്ലൈ ചെയ്യുമ്പോൾ ഇറ്റ്സ് കൈൻഡ് ഓഫ് ഡാർക്ക്. ഓക്കെ, ലെറ്റ് മീ പുട്ട് ഇറ്റ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് ദിസ്. ബട്ട് ദ ഷെയ്ഡ് ഇസ് ഗുഡ് ഐ ഗസ്. ഒരു പീച്ചി ഫ്രൂട്ട് അല്ല എഴുതിയിട്ടുണ്ട്. സോ ആ കൈൻഡ് ഓഫ് ഒരു ഷെയ്ഡ് തന്നെയാണ്. നോട്ട് ടു ഹെവി. വേണമെങ്കിൽ നമുക്ക് ഇനിയും ഡാർക്കർ ആക്കാം കേട്ടോ. വേണമെങ്കിൽ ഞാൻ ജസ്റ്റ് ഒറ്റ ഇതിൽ ഇട്ടുള്ളൂ. കയ്യിൽ എനിക്ക് കണ്ടപ്പോഴത്തേക്കും ഇറ്റ് സീംഡ് മോർ ഡാർക്ക്. അപ്പോൾ ഞാൻ വിചാരിച്ചു ദെൻ ഇറ്റ്സ് വിൽ ബി ഗുഡ്. ബട്ട് ആൻഡ് സീ അത് ഫെയ്ഡ് ഔട്ട് പോലും അങ്ങനെ ആവുന്നില്ല കണ്ടോ. സോ ഇറ്റ്സ് ഗുഡ്, ഇറ്റ്സ് ഗുഡ് ഗുഡ് ഗുഡ്. ഒരു പീച്ചി ബ്രൗൺ ഷെയ്ഡുണ്ട്. ഐ ലവ്ഡ് ഇറ്റ്. എനിക്കിത് ഫ്രേഗ്രൻസ് നല്ല ഇഷ്ടപ്പെട്ടു. ഇറ്റ്സ് സോ ഫ്രൂട്ടി സ്മെൽ. ഐ ലവ്ഡ് ഇറ്റ്. അപ്പോൾ ഇത് ഒരു ഡെയിലി വെയർ ലിപ്സ്റ്റിക്കായിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ ഷെയ്ഡാണ്. ഇറ്റ്സ് കൈൻഡ് ഓഫ് എ ന്യൂഡ് പീച്ചി, ന്യൂഡ് ലൈറ്റ് ബ്രൗൺ ആൻഡ് ലൈറ്റ് പിങ്ക് മിക്സ്. ഇറ്റ്സ് ഗുഡ്. സോ താങ്ക്ഫുള്ളി ബോത്ത് ഇസ് സക്സസ്. ഇന്നത്തെ ഒരു കൈൻഡ് ഓഫ് കുഞ്ഞ് വീഡിയോ. ഹോപ്പ് യു ഓൾ എൻജോയ് വാച്ചിങ് ദിസ്. സംസാരിച്ച് ഇറ്റ്സ് ഓൾമോസ്റ്റ് എ ലോങ് വീഡിയോ. കട്ടി മൊത്തം ഞാൻ കളയേണ്ടി വരുമോ? ലെറ്റ് മീ ചെക്ക്. സോ എനിവേസ്, അപ്പോൾ അതായിരുന്നു ഇന്നത്തെ വീഡിയോ. ഞാൻ ജസ്റ്റ് ഇതിനെക്കുറിച്ച് സംസാരിക്കണം മാക്സിമം ഒരു 5 മിനിറ്റ്സിനകത്തെന്നൊക്കെ വിചാരിച്ചപ്പോഴത്തേക്കും കഥ പറഞ്ഞ് ഇങ്ങനെ പോയി. ഓക്കെ, എനിവേസ്, അപ്പോൾ നിങ്ങൾക്കത് ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്നൊക്കെ ഉള്ളത് കമൻറ്റ് ചെയ്ത് പറയൂ. ആൻഡ് ഇഫ് എനിവൺ ഈസ് യൂസിങ് ദിസ് ബ്രാൻഡ് ഓർ പ്രോഡക്ട്സ് അതും അറിയിക്കാം. യെസ്, ഇനി ഒരു എന്താ പറയുക ഫംഗ്ഷൻ അല്ലെങ്കിൽ അങ്ങനത്തെ എന്തെങ്കിലും ലുക്കിന് ഇത് വെച്ചൊരു ലുക്ക് കംപ്ലീറ്റ് ക്രിയേറ്റ് ചെയ്താൽ കുറച്ചുകൂടി അറിയാൻ പറ്റത്തുള്ളൂ കേട്ടോ. ഐ തിങ്ക് ഇറ്റ്സ് ഫൈൻ. സോ അപ്പോൾ നമുക്ക് മറ്റ് വീഡിയോസായിട്ട് കാണാം. സോ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഡു ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ആൻഡ് നിങ്ങളുടെ ഒപ്പീനിയൻസൊക്കെ കമൻറ്റ് ചെയ്ത് അറിയിക്കുക. നമുക്ക് മറ്റ് വീഡിയോസായിട്ട് പിന്നെയും കാണാം. ടിൽ ദെൻ